ചില ആൾക്കാർ എന്ത് കാണിച്ചാലും എസ്തെറ്റിക്കാ, നമുക്കെന്ത് എസ്തെറ്റിക് ഒന്നും ഇല്ലേ. ഇതാണ് അവസ്ഥ. കഥ കേട്ടാലോ? ഇന്നലെ എമർജൻസി ആയിട്ട് ദുബായിലൊന്ന് പോകേണ്ടി വന്നിരുന്നു. പോകുന്ന വഴി അലൈൻ ടു ദുബായ് റോഡിലെ നമ്മുടെ സ്ഥിരം റെസ്റ്റ് ഏരിയയിൽ നിന്ന് ചായയും നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചും കഴിച്ചാണ് പോയത്. ഇന്ന് പോകുന്ന വഴി എൻ്റെ ഫ്രണ്ടിനും കൂടി കാണുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഓപ്റ്റോമെട്രി പഠിച്ചിരുന്നത്. മൊത്തം 4 വർഷത്തെ കോഴ്സായിട്ടും 4ാമത്തെ വർഷമാണ് ഞങ്ങൾ നല്ലപോലെ ഒന്ന് പരിചയപ്പെടുന്നത്. പക്ഷെ അതിനുശേഷമുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കഥ വേറെ തന്നെയായിരുന്നു. നമ്മുടെ വൈബിനെ പറ്റി ഒരാളെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആദ്യമൊക്കെ വീക്ക്ലി വൺസ് ഉള്ള വോയിസ് കോൾ ആയിരുന്നു. പിന്നീട് അത് എല്ലാ ദിവസമുള്ള ഒരു വീഡിയോ കോൾസിലേക്ക് മാറി. കാണുമ്പോഴൊക്കെ നല്ല വീഡിയോസ് എടുക്കണം, റീൽ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പുതിയ ലൈഫ് അപ്ഡേറ്റ്സും പണ്ടത്തെ തമാശകളും പിന്നെ പലതും സംസാരിച്ച് അങ്ങനെ മറന്നുപോകും. ഇപ്പോഴത്തെ വർക്ക് പ്രഷറും പുതിയ ജോലി നോക്കേണ്ട കാര്യങ്ങളും ഫാമിലിയുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കാറുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പണ്ടത്തെ പ്രൊജക്റ്റും അസൈൻമെന്റും കണ്ടക്ടറായിട്ട് അടിയുണ്ടാക്കിയതും ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇവളല്ലാണ്ട് വേറെ 3 പേരുണ്ട്. എല്ലാവരും പല സ്ഥലങ്ങളിലാണ്. ഒരാൾ ഖത്തറിലും. നല്ലൊരു പ്രോപ്പർ ഗെറ്റ് ടുഗദർ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാനിങ് തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ടാവും.